ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാം ഇന്ന് വന്നിരിക്കുന്നത് ലയനം പ്രഖ്യാപിച്ച ഒരു കമ്പനിയെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായും നമ്മുടെ വാണിംഗ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ്. മാർക്കറ്റ് മാഗ്നറ്റിന് ഒരു ഫ്രീ ചാനലുണ്ട്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ അറിവുകളും ന്യൂസുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻക്വയറി എടുക്കാനുള്ള 3 അഡ്മിൻസിൻ്റെ ലിങ്കും അവിടെ ലഭിക്കുന്നതാണ്. ഒരുപാട് ഫേക്ക് ചാനലുകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഫ്രീ ചാനലിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം എൻക്വയറി എടുക്കുക. പ്രീമിയം ചാനൽ സംബന്ധമായ എല്ലാ ഡൗട്ട്സുകളും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ലയനം പ്രഖ്യാപിച്ച ഒരു കമ്പനിയെ പറ്റിയാണ്. നിലവിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലായി 19 ഹോസ്പിറ്റലുകൾ, 13 ക്ലിനിക്കുകൾ, 212 ഫാർമസികൾ, 232 ലാബുകൾ എന്നിവയുള്ള ഒരു വലിയ ശൃംഖലയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ലയന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയുടെ പശ്ചാത്തലത്തിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഈ കമ്പനിയുടെ ഓഹരികൾ നേട്ടത്തിലാണ് വ്യാപാരം ചെയ്യപ്പെട്ടത്. വാരാന്ത്യത്തിൽ ഓഹരി വിലയുള്ളത് 2.42% നേട്ടവുമായി 500.55 രൂപയിലാണ്. 25,000 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. വെള്ളിയാഴ്ച ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചതിന് ശേഷമായിരുന്നു കമ്പനി ലയന കാര്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന കമ്പനിയുടെ പേര് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഡോക്ടർ ആസാദ് മൂപ്പനാണ് എക്സിക്യൂട്ടീവ് ചെയർമാൻ. കമ്പനി ലയിച്ചുണ്ടാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 ആശുപത്രി ശൃംഖലകളിൽ ഒന്നാണ്. കമ്പനി ലയിക്കുന്നത് കിംസ് ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായിട്ടാണ്. മലയാളിയായ ഡോക്ടർ ആസാദ് മൂപ്പൻ നയിക്കുന്ന പ്രമുഖ ആശുപത്രി ശൃംഖലയാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഓക്കെ. US നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള ക്വാളിറ്റി കെയറുമായി കമ്പനി ലയനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരസ്പരമുള്ള ഓഹരി വെച്ചുമാറ്റം നമ്മൾ ഇന്നാളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഷെയർ സ്വാപ്പിംഗ്. ഇതുവഴിയായിരിക്കും ലയനം സംഭവിക്കുക. ബ്ലാക്ക് സ്റ്റോണിന് 73% ഓഹരികളുള്ള സ്ഥാപനമാണ് ക്വാളിറ്റി കെയർ. ലയനത്തിലൂടെ ഉണ്ടാകുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 ആശുപത്രി ശൃംഖലകളിൽ ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യുക. ഒരു ലോങ് ടൈം ബേസിലേക്കൊക്കെ ചെറിയ തോതിൽ ഒരു SIP മോഡിൽ മേടിച്ച് വെക്കാവുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒരു മേഖലയിലേക്കാണ് കമ്പനി വളരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ റിസ്കുകളെ പറ്റി നിങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. ലയനത്തിന് ശേഷം കമ്പനിക്ക് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എന്നായിരിക്കും പേര്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. 7,314 കോടി രൂപയായിരിക്കും ആസ്റ്റർ DM ക്വാളിറ്റി കെയറിന്റെ സംയോജിത വരുമാനം. 27 നഗരങ്ങളിലായുള്ള 38 ആശുപത്രികളിലായി കിടക്കകളോടെയാണ് ഇന്ത്യയിലെ ടോപ്പ് 3 ആശുപത്രി ശൃംഖലകളിൽ ഒന്നായി ലയനത്തിന് ശേഷം ആസ്റ്റർ DM ക്വാളിറ്റി കെയർ മാറുക. കമ്പനിയുടെ ആസ്ഥാനം ലയനത്തിന്റെ ഭാഗമായിട്ട് കർണാടകയിൽ നിന്നും ആന്ധ്രയിലേക്കാണ് മാറ്റുന്നത്. ഹൈദരാബാദിലെ കെയർ ഹോസ്പിറ്റൽ, കേരളത്തിലെ കിംസ് ആശുപത്രി എന്നിവയുടെ ഉടമകളാണ് ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ്. ലയിച്ചുണ്ടാകുന്ന ആസ്റ്റർ DM ക്വാളിറ്റി കെയറിന്റെ മാനേജ്മെന്റ് ചുമതലകൾ കൈകാര്യം ചെയ്യുക ആസ്റ്റർ ബ്ലാക്ക് സ്റ്റോൺ പ്രതിനിധികളായിരിക്കും. ആസ്റ്റർ DM ക്വാളിറ്റി കെയറിൽ 30.7% ഓഹരി പങ്കാളിത്തവുമായി ഏറ്റവും വലിയ ഓഹരി ഉടമകൾ ബ്ലാക്ക് സ്റ്റോൺ ആയിരിക്കും. ഡോക്ടർ ആസാദ് മൂപ്പൻ ഉൾപ്പെടെ ആസ്റ്ററിന്റെ പ്രൊമോട്ടർമാർക്ക് 24% ഓഹരി പങ്കാളിത്തമാണ് ലഭിക്കുന്നത്. ബാക്കി ഓഹരികൾ മറ്റു നിക്ഷേപകർക്കും പൊതു ഓഹരി ഉടമകൾക്കും ആയിരിക്കും. ഡോക്ടർ ആസാദ് മൂപ്പൻ ആയിരിക്കും എക്സിക്യൂട്ടീവ് ചെയർമാൻ. നിലവിൽ ക്വാളിറ്റി കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ വരുൺ ഖന്ന പുതിയ കമ്പനിയുടെ MD ആൻഡ് CEO ആയി മാറും. 1987 ഡോക്ടർ ആസാദ് മൂപ്പൻ ഒരു ചെറിയ ക്ലിനിക്കായി ദുബായിൽ ആരംഭിച്ച ഒരു സംരംഭമാണ്
ഇന്ന് ഇന്ത്യയിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും വിപുലമായ ശൃംഖലയുള്ള ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആയി വളർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ, വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ ആസ്റ്റർ ഇന്ത്യയിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ബിസിനസ് പ്രവർത്തനങ്ങൾ വിഭജിച്ചിരുന്നു. നിലവിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലായി 19 ഹോസ്പിറ്റലുകളും 13 ക്ലിനിക്കുകൾ, 212 ഫാർമസികൾ, 232 ലാബുകൾ എന്നിവ ആസ്റ്ററിനുണ്ട്. നിലവിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ 42% ഡോക്ടർ ആസാദ് മൂപ്പന്റെയും കുടുംബത്തിന്റെയും ഓഹരി പങ്കാളിത്തം. വെള്ളിയാഴ്ച ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ച ശേഷമായിരുന്നു ആസ്റ്റർ ലയനകാര്യം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കിംസ് ഹോസ്പിറ്റലിനെ 3300 കോടിയോളം രൂപയ്ക്ക് ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയിൽ ഈ സ്റ്റോക്കിനെ ഉൾപ്പെടുത്തുക. ഇതൊരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല. ഓഹരി നിക്ഷേപം വിപണിയിലെ റിസ്കുകൾക്ക് വിധേയമാണ്. അപ്പോൾ തീർച്ചയായും നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം പഠനം നടത്തുകയും ഒരു വിദഗ്ധന്റെ അഭിപ്രായം തേടുകയും ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 3 അഡ്മിൻസിന്റെ ലിങ്ക് നമ്മുടെ ഫ്രീ ചാനലിൽ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കാവുന്നതാണ്. ഒരുപാട് ഫേക്ക് ചാനലുകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ ലിങ്കുകളിൽ മാത്രം ക്ലിക്ക് ചെയ്ത് എൻക്വയറി എടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.